السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسولنا محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, അൽഹംദുലില്ലാ സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ നമ്മൾ പഠിച്ചു. ഇനി പരിശുദ്ധ ഖുർആന്റെ അവസാനത്തെ ഭാഗത്ത് നിന്ന് ഉള്ള ചെറിയ സൂറത്തുകളുടെ തഫ്സീർ പഠിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആലയുടെ തഫ്സീറിന്റെ അവസാനത്തെ വോള്യമാണ് എന്റെ കയ്യിലുള്ളത്. സൂറത്തു സാഫാത്ത് തൊട്ട് ഇങ്ങോട്ടുള്ളത്. അവസാനത്തെ സൂറത്ത് നിന്ന് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഏതാണ് പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ സൂറത്ത്? സൂറത്തു അന്നാസ്. തഫ്സീർ സൂറത്തു അന്നാസ് വഹിയ മദനിയ. ഈ സൂറത്ത് മദനിയായ സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എല്ലാവരും നോക്കുക. അഊദു. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. എല്ലാ ആയത്തുകളിലും ശബ്ദോടുകൂടിയ നൂനുള്ളൊരു സൂറത്താണ്. എല്ലാ ആയത്തുകളിലും ശബ്ദോടുകൂടിയ നൂൻ. അത് വന്നാൽ ഒന്ന് അവിടെ അല്പസമയം മണിച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കണം. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ്. ഖുൽ അഊദു. ആദ്യം ഹംസയും രണ്ടാമത്തത് ഐനും. അഊദു. ഖുൽ അഊദു ബിറബ്ബിന്നാസ്. റാ ആണ്. റാ എന്ന് പറഞ്ഞാൽ പോരാ. റാ ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. ഇലാഹിന് അവസാനം ഹാ ആണ്. ഹാ. ഇലാഹിന്നാസ്. മിൻ ശർരി. സുക്കൂൻ ചെയ്ത നൂനിന് ശേഷം ഷീൻ ആയതുകൊണ്ട് അൽ ഇഖ്ഫാഉ ബിഗുന്ന. മടിച്ചുകൊണ്ട് അവ്യക്തമാക്കിയോടെ ഉച്ചരിക്കണം. മിൻ ശർരി എന്ന് ഉച്ചരിക്കണം. മിൻ ശർരിൽ വസ്വാസ്. വാ എന്ന് പറഞ്ഞാൽ പോരാ. പല്ലുകൊണ്ട് താഴത്തെ ചുണ്ടിനെ അടിച്ചിട്ടാണ് സാധാരണ വാ എന്ന് പറയാറുള്ളത് ആളുകൾ. അങ്ങനെയല്ല. വസ്വാസ് അൽ ഖന്നാസ്. ഖാ അങ്ങനെ പറയണം. ഇസ്തിഅലാലിന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ് ഖാ. വെറുതെ ഖാ എന്ന് പറഞ്ഞാൽ പോരാ. ഖാ എന്ന് നാവ് ഉയർത്തി പറയണം. الذي يوسوس في صدور الناس من الجنة والناس. ഒരു പ്രാവശ്യം കൂടി. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അള്ളാഹു റബ്ബുൽ ആലമീൻ
അവനോട് പ്രാർത്ഥിക്കാൻ, ഇസ്തിആദത്ത് നടത്താൻ സൂറത്തുൽ ഫാത്തിഹയിലും മഹത്തായ ഒരു പ്രാർത്ഥന അടങ്ങുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം പരിശുദ്ധ ഖുർആന്റെ തുടക്കമാണ്. പരിശുദ്ധ ഖുർആനിന്റെ അവസാനത്തെ ആയത്തും അവസാനത്തെ സൂറത്തും പ്രാർത്ഥനയാണ്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ ഇഫ്തിതാഹ്, ഇതിന്റെ ഉദ്ഘാടനം പ്രാർത്ഥന കൊണ്ടാണ്, അതിന്റെ അവസാനവും പ്രാർത്ഥന കൊണ്ടാണ്. പ്രാർത്ഥനയുടെ മഹത്തായ സവിശേഷത, അതിന്റെ പ്രാധാന്യം സൂചിപ്പിക്കാൻ വേറൊന്നും വേണ്ട, ഇത് മാത്രം മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ തുടങ്ങിയതും അവസാനിപ്പിച്ചതും പ്രാർത്ഥന കൊണ്ടാണ്. അല്ലാഹുവിലേക്കുള്ള പ്രാർത്ഥനയ്ക്ക് ആവശ്യക്കാരാണ് നമ്മൾ എല്ലാവരും. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. സൂറത്തു ഫാത്തിറിൽ അല്ലാഹു പറഞ്ഞു, യാതൊരു അർത്ഥശങ്കക്കുമിടയില്ലാതെ, യാ അയ്യുഹന്നാസ് മനുഷ്യരെ, നിങ്ങളെല്ലാവരും അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്, അല്ലാഹുവിന്റെ മുന്നിൽ ഫഖീറുമാരാണ് നമ്മളെല്ലാവരും. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു അവനാകുന്നു അൽ ഗനി, സ്വയം പര്യാപ്തൻ, സമ്പന്നൻ, എല്ലാ ഐശ്വര്യങ്ങളുടെയും ഉടമസ്ഥൻ, അൽ ഹമീദ്, എല്ലാ സ്തുതികൾക്കും അർഹൻ. അല്ലാഹുവിനോട് ഇസ്തിആദത്ത് ചെയ്യാൻ പറയുന്ന സൂറത്താണിത്. ഈ സൂറത്തിനോടൊപ്പം ഖുൽ ഹു അല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മൂന്നും കൂടിയാലുള്ള ശ്രേഷ്ഠതകൾ, മൂന്നും ഒരുമിച്ച് ചൊല്ലേണ്ട സന്ദർഭങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഓരോ നമസ്കാരത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചൊല്ലാൻ പഠിപ്പിച്ചു, അല്ലെ? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇത് ചൊല്ലാൻ പഠിപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഇത് ഓതാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മൂന്നും കൂടിയിട്ടുള്ള വിശദീകരണങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് വരുമ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കും. ഈ സൂറത്തിന്റെ തഫ്സീറിലേക്ക് കടക്കാം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ പറയുക, അഊദു ഞാൻ രക്ഷ തേടുന്നു, ഇസ്തിആദത്ത് നടത്തുന്നു, അല്ലാഹുവിനോട് രക്ഷയ്ക്ക് വേണ്ടി ചോദിക്കുന്നു. അസ്തഈദു എന്ന് പറയാം. അസ്തഈദു, ഇസ്തിആദ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹുവിനോട് രക്ഷ തേടി. അഊദു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ രക്ഷയിൽ നമ്മളങ്ങ് വീഴുകയാണ്. അല്ലാഹുവിനോടുള്ള രക്ഷ ചോദിച്ചുകൊണ്ട് നമ്മൾ ഒന്നായി അല്ലാഹുവിനോട് രക്ഷ തേടുകയാണ്, ഒന്നും ബാക്കിയാക്കാതെ. അതൊരു എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് അഊദു എന്ന് പറഞ്ഞാൽ. അസ്തഈദു എന്ന് പറയുന്നതിനേക്കാൾ എങ്ങനെ അത് മലയാളത്തിൽ പറഞ്ഞ് ഫലിപ്പിക്കണം എന്ന് എനിക്കറിയില്ല. അസ്തഈദു എന്ന് പറയാം, ഞാൻ അല്ലാഹുവിനോട് രക്ഷയെ ചോദിക്കുന്നത്. അഊദു, ഞാൻ ഒന്നാകെ അല്ലാഹുവിനോട് രക്ഷയെ തേടുന്നു എന്ന് പറഞ്ഞൊപ്പിക്കാറ്. ചിലെല്ലാം മലയാളത്തിൽ പറയാന്നുള്ളത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഖുൽ അഊദു, ഖുൽ പറയുക, അഊദു ഞാൻ രക്ഷ തേടുന്നു. ആരോടാണ്? ബിറബ്ബിൻ നാസ്, ബിറബ്ബി. അഊദു എന്ന് പറഞ്ഞതിന് ശേഷം, അഊദു എന്ന് പറഞ്ഞതിന് ശേഷം ബി എന്ന് ചേർത്താൽ ആരോടാണോ രക്ഷ തേടുന്നത് അതാണ് സൂചിപ്പിക്കുന്നത്. അതിനുശേഷം മിൻ എന്ന് വന്നാൽ എന്തിൽ നിന്നാണോ രക്ഷ തേടുന്നത് അങ്ങനെയാണ്. അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് രക്ഷ തേടുന്നു. മിനശ് ശൈത്താൻ, ആരിൽ നിന്ന്? പിശാചിൽ നിന്ന്. അഊദു ബി കലിമാത്തില്ലാഹ്, അല്ലാഹുവിന്റെ കലിമാത്തിനോട് ഞാൻ രക്ഷ തേടുന്നു. ചില ആളുകൾ അല്ലാഹുവിന്റെ കലിമാത്ത് കൊണ്ട് എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. അല്ലാഹുവിന്റെ കലിമാത്ത് കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു, അങ്ങനല്ല. അല്ലാഹുവിന്റെ കലിമാത്തിനോട് ഞാൻ രക്ഷ തേടുന്നതാണ്. മനസ്സിലല്ലോ? അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്നല്ല നമ്മൾ അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം പറയുന്നത്. അള്ളാഹുവിനോട് രക്ഷ തേടുന്നു, അള്ളാഹിനെ കൊണ്ട് രക്ഷ തേടുന്നു എന്നല്ലല്ലോ. ഇപ്പൊ ബി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും കൊണ്ട് എന്നുള്ള അർത്ഥമല്ല. അഊദു എന്നതിനോട് ചേർത്ത് ബി പറയണം, എന്നാലേ ആ അർത്ഥം കിട്ടുകയുള്ളൂ. അള്ളാഹുവിന്റെ കലിമത്തിനോട് രക്ഷ തേടാം, കാരണം അള്ളാഹുവിന്റെ കലിമത്ത് രക്ഷ തേടാൻ അള്ളാഹുവിന്റെ സിഫത്താണ്. അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സിഫത്താണ്. അള്ളാഹുവിന്റെ കലാമിനോട് രക്ഷ തേടാം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആണ് സത്യം എന്ന് പറയാം എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ട്. കാരണം അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നതിന് തെളിവ് പിടിച്ചത് ഈ പ്രാർത്ഥന കൂടിയാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ തന്നെ ഉണ്ട് അള്ളാഹിന്റെ കലാമാണ്. ഹത്താ യസ്മഅ കലാം അല്ലാഹ്, ആളുകൾ നിന്റെ അടുത്ത്, ശത്രു ഭാഗത്ത് നിന്ന് ആരെങ്കിലും നിന്റെ അടുത്ത് അഭയം തേടി വന്നാൽ നീ അവൻ അഭയം കൊടുക്കണം. ഹത്താ യസ്മഅ കലാം അല്ലാഹ്, അള്ളാഹുവിന്റെ കലാം അവൻ കേൾക്കാൻ സന്ദർഭമുണ്ടാകുന്ന നിലക്ക്. വേറെയും ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. യസ്മഊന കലാം അല്ലാഹ് ثم يحرفونه من بعد ما قالوه وهم يعلمون. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ കലാമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അള്ളാഹുവിന്റെ
സൃഷ്ടികളുടെ എല്ലാം ഷർറിൽ നിന്നും ഞാൻ അള്ളാഹുവിന്റെ കെലിമത്തുകളോട് രക്ഷ തേടുന്നു. നാം അഹ്മദ് പറഞ്ഞു, അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സൃഷ്ടിയായിരുന്നെങ്കിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടില്ല. കാരണം ലാ യുസ്താദു ബിമഖ്ലൂഖിൻ, ഒരു മഖ്ലൂഖിനോട് ഒരു പടപ്പിനോടും രക്ഷ തേടാൻ പാടില്ല. അപ്പൊ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. അതുകൊണ്ടാണ് അള്ളാഹു അതിനോട് രക്ഷ തേടിയത്, സൃഷ്ടിയല്ലാത്തത് കൊണ്ട്. അഊദു ബില്ലാഹ് എന്താണ് അർത്ഥം? അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു. ഖുൽ പറയുക, ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഖുൽ അഊദു പറയുക, ഞാൻ രക്ഷ തേടുന്നു ബിറബ്ബി, റബ്ബിനോട്. ആരുടെ റബ്ബാണ്? അന്നാസ്, ജനങ്ങളുടെ, മനുഷ്യരുടെ റബ്ബ്. നാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഇബ്നു കസീറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഖുർത്തുബിയിൽ പറഞ്ഞൊരു കാര്യം സൂചിപ്പിക്കട്ടെ. നാസിനോട് എന്തിനാണ് അള്ളാഹു നാസിന്റെ റബ്ബാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? നാസല്ലാത്ത, മനുഷ്യരല്ലാത്ത എല്ലാ പടപ്പുകളുടെയും റബ്ബ് അള്ളാഹു തന്നെയാണ്. പിന്നെ നാസ് എന്നത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം, ഒന്ന്, നാസ് എന്നത് അള്ളാഹുവിന്റെ പടപ്പുകളിൽ അള്ളാഹു ഒരുപാട് ശ്രേഷ്ഠത നൽകിയ ഒരു പടപ്പാണ്. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖനാഹും മിനൽ ത്വയ്യിബാത്ത് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീലാ. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറഞ്ഞു, വലഖദ് കറംനാ ബനി ആദം, തീർച്ചയായും ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും നാം അവനെ സഞ്ചരിപ്പിച്ചിരിക്കുന്നു. വറസഖനാഹും മിനൽ ത്വയ്യിബാത്ത്, വിശിഷ്ടമായതിൽ നിന്ന് വിശിഷ്ടമായത് നാം അവന് റിസ്ക് നൽകിയിരിക്കുന്നു. വഫദ്ദൽനാഹും, നാം അവർക്ക് ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീലാ, നാം സൃഷ്ടിച്ച ഒരുപാട് പടപ്പുകളിൽ വെച്ച് മനുഷ്യർക്ക് ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഘടനയിൽ മനുഷ്യനെ നാം പടച്ചിരിക്കുന്നു. ثم رددناه أسفل سافلين, അവനെ നാം അധമരിൽ അധമനാക്കുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യൻ മോശമായാൽ അനാമിനേക്കാളും മോശമാവും, കന്നുകാലികളെക്കാളും. അല്ലാഹു ശ്രേഷ്ഠത നൽകിയ, മഹത്വം നൽകിയ ഒരു പടപ്പാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? ആ മനുഷ്യരുടെ റബ്ബ് അവർക്ക് എത്ര ശ്രേഷ്ഠതയുണ്ടെങ്കിലും അതിനേക്കാളും എത്രയോ ശ്രേഷ്ഠനാണ് അവരുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല. മാത്രമല്ല, ഇതിൽ അവസാനം മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരുടെ ശർറിൽ നിന്ന് രക്ഷ തേടുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ആരുടെ റബ്ബാണ്? മനുഷ്യരുടെ റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. റബ്ബിന്നാസ്, മലിക്കിന്നാസ്. പിന്നെ ആരാണ്? അല്ലാഹു മലിക്കാണ്. മലിക് എന്ന് പറഞ്ഞാൽ രാജാവ്. അല്ലാഹു രാജാവാണ്, രാജാതിരാജനാണ്. അന്നാസ്, ജനങ്ങളുടെയൊക്കെ. ജനങ്ങളിൽ ചില രാജാക്കന്മാരുണ്ട്, അവർക്ക് ചില മുൽക്കുണ്ടെന്നവർ പറയുന്നു, ചില അധികാരങ്ങളുണ്ട്. പക്ഷെ ആ അധികാരത്തിന്റെ എല്ലാം അധിപതി ആരാണ്? അല്ലാഹുവാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. പറയുക, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, രാജാതിരാജനായ അല്ലാഹുവേ, എല്ലാ ആധിപത്യത്തിന്റെയും അധിപനായ അല്ലാഹുവേ. തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ മുൽക്ക്, അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അധികാരം ഊരിമാറ്റുന്നു. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇജ്ജത്ത് നൽകുന്നു, പ്രതാപം, അന്തസ്സ് നൽകുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ വില്ലത്ത്, ദുല്ലത്ത്, നിന്ദത നൽകുന്നു. ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ്, നിന്റെ യദിലാണ് ഖൈറുള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാ കാര്യത്തിനും ഖദീറാണ്, കഴിവുള്ളവനാണ്. ഇലാഹിന്നാസ്, എന്താണ് ഇലാഹ്? ഇലാഹ് എന്താണ്? ആരാധനകൾക്ക് അർഹൻ. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധനകൾക്ക് അർഹനാകാൻ അല്ലാഹുവാണ്. എല്ലാ പ്രവാചകന്മാരും വന്നുകൊണ്ട് പറഞ്ഞത് അതാണ്. യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കൂ, നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ഇലാഹുമില്ല. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ അബ്ദു അല്ലാഹ വജ്തനിബു الطاغൂത്ത് വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. നിനക്ക് മുമ്പ് ഏതൊരു പ്രവാചകന്മാരെ നാം, ദൂതന്മാരെ, റസൂലുകളെ നാം അയച്ചിട്ടുണ്ടോ അവർക്കെല്ലാം നാം വഹീ നൽകിയത് എന്താണ്? ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ഇലാഹില്ല,
എന്നെ ആരാധിക്കൂ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞ എന്താണ്? ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. ഞാനല്ലാതെ ഇലാഹില്ല, അതുകൊണ്ട് എന്നെ ആരാധിക്കൂ, എന്നെ മാത്രം. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല നേരായ മനസ്സോടുകൂടി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനല്ലാതെ, നമസ്കാരം നിലനിർത്തുവാനും സകാത്ത് നിലനിർത്തുവാനും. അതാണ് യഥാർത്ഥ ദീൻ. ദാലിക ദീനുൽ ഖയ്യിമ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും നാം പഠിച്ചിട്ടില്ല എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ. ഇലാഹാണ് അള്ളാഹു. അള്ളാഹുവിന്റെ ഈ 3 വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് രക്ഷ തേടുന്നത് ഒരേ ഒരുവനിൽ നിന്നാണ്. ആരിൽ നിന്നാണ്? പിശാചിൽ. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. മിൻ ഷർ, ഷർറിൽ നിന്ന്, കെടുതിയിൽ നിന്ന്, തിന്മയിൽ നിന്ന്. ആരുടെ കെടുതിയിൽ നിന്നാണ്? വസ്വാസിൽ ഖന്നാസ്. വസ്വാസായ ഖന്നാസായവന്റെ, ഖന്നാസിന്റെ വസ്വാസിന്റെ ഷർറിൽ നിന്ന് എന്ന് പറയുന്നതിനേക്കാളും തഫ്സീർ വായിച്ചത് കൂടുതൽ മനസ്സിലാവും. ഖന്നാസായവൻ, വസ്വാസായവൻ, അവന്റെ ഷർറിൽ നിന്ന്. അർത്ഥം പറയുന്നത് നന്നായി മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കുക. വസ്വാസും ഖന്നാസുമായവന്റെ ഷർറിൽ നിന്ന്. അല്ലദീ യുവസ്വിസു. അല്ലദീ, ഇത് ആർക്കുള്ളതാണ്? ഈ അല്ലദീ ഖന്നാസിലേക്കാണ് പോകുന്നത്. ഖന്നാസില്ലദീ. ആ ഖന്നാസ് ഏതൊരുവനാണ്? അതായത് അവൻ യുവസ്വിസ്, അവൻ വസ്വാസ് ഉണ്ടാക്കുന്നു, വസ്വാസ് ഉണ്ടാക്കുന്നു. ഹദീസുൻ നഫ്സ് എന്നാണ് ഇമാം ഖുത്ബി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിൽ വന്ന് സംസാരിക്കുക, മനസ്സിൽ സംസാരിക്കുക. അല്ലദീ, അവനാകുന്നു. ഏതൊരുവൻ? യുവസ്വിസ്, വസ്വാസ് ഉണ്ടാക്കുന്നത്, മനസ്സിൽ വന്ന് സംസാരിക്കുന്നത്. അവനാകുന്നു വസ്വാസ് ഉണ്ടാക്കുന്നത്. എവിടെ? ഫീ സുദൂരിന്നാസ്. സുദൂർ, സദറിന്റെ ബഹുവചനമാണ് സുദൂർ. നെഞ്ച്, ഹൃദയം. നെഞ്ചിലാണ് ഹൃദയം, അല്ലെ? വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫി സുദൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ. കണ്ണുകൾക്കല്ല യഥാർത്ഥത്തിൽ അന്ധത ബാധിക്കുന്നത്. വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫി സുദൂർ. നെഞ്ചകങ്ങളിലുള്ള കൽബുകൾക്കാണ്. വ്യക്തമായി അല്ലാഹു പറഞ്ഞു. കൽബ് എവിടെയാണ്? നെഞ്ചിലാണ്. ലഹും ഖുലൂബുൻ ലാ യഅഖിലൂന ബിഹാ. അല്ലാഹു, അവർക്ക് കൽബുകളുണ്ട്, പക്ഷേ അവരതുകൊണ്ട് ചിന്തിക്കുന്നില്ല. അഖലും അവിടെ തന്നെയാണ്. മനസ്സിലല്ലോ? പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കിട്ടുന്നത് അങ്ങനെ. അല്ലാഹു അഅലം. ഫീ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. ജനങ്ങളുടെ നെഞ്ചകങ്ങളിൽ, ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്നവൻ ആരോ? ആ ഖന്നാസിൽ നിന്ന്, ആ വസ്വാസിൽ നിന്ന്. മിനൽ ജിന്നതി വന്നാസ്. മിനൽ ജിന്നതി വന്നാസ്. ജിന്നവർഗത്തിലും പെട്ട, മനുഷ്യവർഗത്തിലും പെട്ട. ഇത് വസ്വാസ് ഉണ്ടാക്കുന്നവർക്ക് ഉള്ളതാണ്. അവസാനത്തെ ആയത്തെന്ന അഭിപ്രായമുണ്ട്. അതുപോലെ ഫീ സുദൂരിൻ നാസ് പറഞ്ഞല്ലോ. ഫീ സുദൂരിൻ നാസ്, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ. അപ്പൊ ഈ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ മാത്രമാണോ? മനുഷ്യന്മാർക്ക് മാത്രമേ പിശാചുക്കളുടെ വസ്വാസം ഉണ്ടാവൂ? ജിന്നുകളിലും മുസ്ലിങ്ങളും കാഫറുകളും ഉണ്ടല്ലോ, അവരുടെ മനസ്സിലും വസ്വാസം ഉണ്ടാവുകയില്ലേ എന്നതിലേക്ക് ഈ ആയത്ത് സൂചിപ്പിച്ചവരും ഉണ്ട്. എന്ന് പറഞ്ഞാൽ മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞാൽ ദുർബോധന ഉണ്ടാക്കുന്നവർ എന്നല്ല, ദുർബോധന ഉണ്ടാക്കുന്ന ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ആളുകൾ എന്നല്ല. പിന്നെയോ ആരിലാണോ ദുർബോധന ഉണ്ടാകുന്നത്? ദുർബോധന ഉണ്ടാക്കപ്പെടുന്ന ജിന്നുകളും മനുഷ്യരും എന്നും തഫ്സീർ പറഞ്ഞ ആളുകൾ. വായിച്ചാൽ മനസ്സിലാവും. തഫ്സീറിലേക്ക് കടക്കാം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, ഹാദിഹി സലാസു സിഫാത്തിൻ മിൻ സിഫാത്തി റബ്ബി അസ്സ വജൽ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തിൽപ്പെട്ട, അവന്റെ വിശേഷണങ്ങളിൽപ്പെട്ട 3 വിശേഷണങ്ങളാണ്. അർ-റുബൂബിയ്യ വൽ മുൽക്ക് വൽ ഇലാഹിയ്യ. എന്തൊക്കെയാണ്? അർ-റുബൂബിയ്യ വൽ മുൽക്ക് വൽ ഇലാഹിയ്യ. ഒന്ന് അല്ലാഹുവിന്റെ റുബൂബിയ്യ, അവൻ റബ്ബാണ്, എല്ലാത്തിന്റെയും റബ്ബാണ്, ഖാലിഖാണ്, മാലിക്കാണ്, മുദബ്ബിറാണ്.
അവൻ പടച്ചവനാണ് എല്ലാത്തിന്റെയും, ഉടമസ്ഥനാണ് എല്ലാത്തിന്റെയും, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. റുബൂബിയ്യത്ത് അംഗീകരിച്ചവരാണ് പൊതുവെ എല്ലാവരും. ഖുൽ മൻ റബ്ബുസ് സമാവാതി വൽ അർദ് എന്ന് ചോദിച്ചാൽ അവർ പറയും യഖൂലുന അല്ലാഹ്, അല്ലാഹു ആണെന്ന് അവർ പറയും. എല്ലാത്തിന്റെയും അധിപതി ആരാണ് എന്ന് കാഫിറുകൾ പോലും പറഞ്ഞിരുന്നു. വൽ മുൽക്ക് അവന്റെ ആധിപത്യം, വൽ ഇലാഹിയ അവന്റെ ആരാധനകൾ അർപ്പിക്കപ്പെടാനുള്ള അവന്റെ അവകാശം, അവന്റെ ആരാധ്യത, അതാണ് ഇലാഹിയ. ഈ മൂന്ന് സിഫത്തും അല്ലാഹു ഈ സൂറത്തിൽ പറഞ്ഞിരിക്കുന്നു. ഫഹുവ റബ്ബു കുല്ലി ശൈഇൻ വമലീകുഹു വഇലാഹു, എല്ലാത്തിന്റെയും റബ്ബാണവൻ, എല്ലാത്തിന്റെയും രക്ഷിതാവാണവൻ, പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവനാണവൻ, എല്ലാത്തിന്റെയും ഉടമയാണവൻ, എല്ലാത്തിന്റെയും ആരാധനകൾക്ക് അർഹനാണവൻ. فجميع الأشياء مخلوقة له مملوكة عبيد له, എല്ലാ പടപ്പുകളും അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചില്ലേ, അലം തറ അന്ന അല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബു വകസീറുൻ മിനൻ നാസ് വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ് വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ സൂറത്തുൽ ഹജ്ജിൽ, എന്താണ്? അലം തറ, നീ കണ്ടില്ലേ, അന്ന അല്ലാഹ യസ്ജുദു ലഹു, അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നു, മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും, വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും, വന്നുജൂം നക്ഷത്രങ്ങളും, വൽ ജിബാൽ പർവ്വതങ്ങളും, വശജർ മരങ്ങളും സസ്യങ്ങളും ഒക്കെ, വദ്ദവാബ് ജന്തുജാലങ്ങളും, വകസീറുൻ മിനൻ നാസ് മനുഷ്യരിൽ ഒരുപാട് ആളുകളും. മനുഷ്യരെന്ന് അല്ലാഹു മുഴുവനായി പറഞ്ഞില്ല, കസീറുൻ മിനൻ നാസ് വകസീറുൻ ഹഖ്ഖ അലൈഹിൽ അദാബ്, മനുഷ്യരിൽ ഒരുപാട് ആളുകൾ അള്ളാഹുവിന്റെ ശിക്ഷ ഉറപ്പായ ആളുകളുമുണ്ട്, അവരെ കൂടെ അള്ളാഹു നരകം നടക്കും. അപ്പൊ അള്ളാഹു എല്ലാത്തിന്റെയും റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അവന്റെ പടപ്പുകൾ മാത്രമാണ്, അവന്റെ അടിമകൾ മാത്രമാണ്, അവന്റെ ഉടമസ്ഥതയിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഫഅമറൽ മുസ്തഈദ്, അതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു ആരോട്? അൽ മുസ്തഈദ്, രക്ഷ തേടുന്നവനോട്, അൻ യതഅവ്വദ ബിൽ മുത്തസിഫ് ബിഹാദിഹി സിഫാത്ത്, ഇതാ ഈ സിഫാത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ ഈ വിശേഷണങ്ങൾ കൊണ്ട്, അതെടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് രക്ഷ തേടുക. കാരണം ലോകത്ത് നമ്മൾ എന്തിന്റെ ഷർറ് പേടിച്ചാലും അതൊക്കെ അള്ളാഹുവിന്റെ പടപ്പുകൾ മാത്രമാണ്, അല്ലെ? അള്ളാഹുവിന്റെ പടപ്പുകൾ മാത്രം. അള്ളാഹുവിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആരും, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തായ ആരും എവിടെയില്ല, എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ആരിൽ നിന്നാണ് രക്ഷ തേടാൻ പറഞ്ഞിട്ടുള്ളത്? ഒറ്റൊരുവിൽ നിന്നാണ് ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവന്റെ ഷർറത്തിൽ ആലോചിച്ചു. കഴിഞ്ഞ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് കാര്യങ്ങളോട് രക്ഷ തേടാൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫലഖിൽ അല്ലെ, ശർരി മാ ഖലഖ്, അത് ആദ്യം മുഴുവനായി പറഞ്ഞു, അള്ളാഹു പഠിച്ചതിന്റെ ഷർറിന്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രിയായാൽ ഇരുൾ മൂടിയാൽ അതിന്റെ ഷർറിൽ നിന്നാണ്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന ആളുകളുടെ ഷർറിൽ നിന്ന്. അതാരാണ്? സാഹിറുകളാണ്, സിഹിർ ചെയ്യുന്ന ആളുകൾ, ഗൂഢപ്രവർത്തനത്തിന്റെ ആളുകൾ. ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد, അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ അതിൽ നിന്നും, അതിന്റെ ഷർറിൽ നിന്നും. അവിടെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല രക്ഷ തേടിക്കൊണ്ട് പറയാൻ നമ്മോട് പറഞ്ഞു. ഈ സൂറത്തിലോ അള്ളാഹുവിന്റെ സിഫത്തുകൾ, അള്ളാഹുവിന്റെ മഹത്തരമായ സിഫത്തുകൾ എടുത്തു പറഞ്ഞ അള്ളാഹുവിനോട് രക്ഷ തേടാൻ. പക്ഷേ ഒരുവന്റെ ഷർറിൽ നിന്നാണ് രക്ഷ തേടാൻ പറഞ്ഞത്. ആരുടെ? പിശാചിന്റെ. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് വഹുവ ശൈത്താൻ അൽ മുവക്കൽ ബിൽ ഇൻസാൻ. അതാരാണ്? അത് ശൈത്താനാണ്. എങ്ങനത്തെ ശൈത്താൻ? അൽ മുവക്കൽ ബിൽ ഇൻസാൻ, മനുഷ്യനെ തെറ്റിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ശൈത്താൻ. മനസ്സിലായല്ലോ? എല്ലാ മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ഖരീനിനെ ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്നു, അല്ലെ? എന്തിനു വേണ്ടി? അവനെ വഴിതെറ്റിക്കാൻ. മനസ്സിലായല്ലോ? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പടപ്പിൽപ്പെട്ടതാണ് എല്ലാം, ശൈത്താൻ അടക്കം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് പറയുമ്പോൾ അവനോടൊരു അദബ് നമുക്ക് പാലിക്കാനുണ്ട്. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, മിൻ ശർരി മാ ഖലഖ് കഴിഞ്ഞ സൂറത്തിൽ പറയാൻ വേണ്ടി പറഞ്ഞു.
അള്ളാഹു പടച്ചവയുടെ ഷർറിൽ നിന്ന്, അല്ലാതെ ഷർറ് അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞില്ല. ഷർറു ലൈസ ഇലൈക്ക്, അള്ളാഹുവെ ഷർറ് ഒരിക്കലും നിന്നിലേക്ക് ചേർത്തി പറയാവതല്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞല്ലോ, എന്താണ്? അള്ളാഹുവിന്റെ ഒരുപാട് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, അല്ലദീ യുമീതുനി സുമ്മ യുഹീൻ, അവനാണ് എന്നെ ജീവിപ്പിക്കുന്നവൻ, എന്നെ മരിപ്പിക്കുന്നവൻ, എനിക്ക് ഭക്ഷണം തരുന്നവൻ, എന്റെ പാപങ്ങൾ ആരാണോ കൊടുക്കാൻ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത് അവനാണ് എന്ന്. അതിനിടയിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നവൻ അവനാണ്. രോഗം നൽകുന്നവനും അള്ളാഹു തന്നെയാണ് യഥാർത്ഥത്തിൽ, ആത്യന്തികമായി. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു രോഗം തരിക എനിക്ക് ശിഫയാക്കി തരുമെന്നല്ല പറഞ്ഞത്, പിന്നെ ഞാൻ രോഗിയാൽ രോഗത്തെ സ്വന്തത്തിലേക്ക് ചേർത്തി പറഞ്ഞു, അവനാണ് എനിക്ക് ശിഫ നൽകുന്നവൻ. സൂറത്തുൽ ജിന്നിൽ അല്ലേ, وأنا لا ندري أشر أريد بمن في الأرض أم أراد بهم ربهم رشدا. മുഅ്മിനുകളായ ജിന്നുകൾ അള്ളാഹുവിനോടുള്ള അദബ് പാലിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾക്കറിയില്ല എന്ത് ജനങ്ങൾക്ക് ഷർറാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. وأنا لا ندري أشر أريد بمن في الأرض, ഭൂമിയിലുള്ളവർക്ക് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഷർറാണോ, അവർക്ക് ഷർറ് സംഭവിക്കുമെന്നാണോ, അതല്ല അം അറാദ ബിഹിം റബ്ബുഹും റഷദ, അവർക്ക് അവരുടെ റബ്ബ് നന്മയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നും ഞങ്ങൾക്കറിയില്ല. അപ്പൊ ആദ്യം ഉരീദാന്ന് പറഞ്ഞു, ജുഹൂലാക്കി പറഞ്ഞു, ഉദ്ദേശിക്കപ്പെട്ടത്. അവിടെ അള്ളാഹു ആരാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞില്ല, കാരണം എന്താ ഷർറിനെയാണ് പറയുന്നത്. പിന്നെ റഷദ് എന്ന് പറഞ്ഞപ്പോ അവരുടെ റബ്ബ്, അവർക്ക് റഷദാണോ ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. മുഫസ്സിറുകൾ പറഞ്ഞത് ആ മുഅ്മിനുകളായ ജിന്നുകൾ അള്ളാഹുവിനോട് പാലിച്ച അദബാണ്, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ പാലിക്കേണ്ട അദബാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്യന്തികമായി നോക്കിയാൽ അവന്റെ ഒരു പടപ്പ് എന്തല്ല, ഷർറല്ല എന്നാണ്. പിന്നെ അങ്ങനെ പിശാചില്ലേ, തിന്മകളില്ലേ, ഒക്കെ ഇല്ലേ, ഉണ്ട്. പക്ഷേ അത്യധികമായി ചിന്തിച്ചാൽ വെളിച്ചത്തിന്റെ വില അറിയണമെങ്കിൽ എന്ത് വേണം? ഇരുട്ട് വേണം, അല്ലെ? നന്മയുടെ വില അറിയണമെങ്കിൽ എന്ത് വേണം? തിന്മ വേണം. എല്ലാവരും നന്മകളുടെ ആയാലോ അല്ല. എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ഒരുപാട് ഹിക്മത്ത് ഇതിന്റെ പിന്നിലുണ്ട്. ജനങ്ങൾക്ക് ഇസ്തിഗ്ഫാർ അള്ളാഹുവിനോട് നടത്തണമെങ്കിൽ എന്ത് വേണം? പാപങ്ങൾ ഇവിടെ വേണം, അല്ലെ? ഇസ്തിഗ്ഫാറിന്റെ കൂലി അവർക്ക് കിട്ടണം. അതിനെന്ത് വേണം? പാപങ്ങൾ വേണം. മനസ്സിലായില്ല? അള്ളാഹു അവർക്ക് അവനിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ കൊടുക്കുന്ന പ്രതിഫലം മഹത്തരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലല്ലാഹു അഫ്റഹു മിൻ തൗബതിഹി, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ അവനിലേക്ക് തൗബ ചെയ്താൽ അവൻ എത്രമാത്രം സന്തോഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞെന്താ, ഒരു മനുഷ്യൻ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്നു, അയാളുടെ എല്ലാ സാധനങ്ങളും ഉള്ളത്, യാത്രക്കുള്ള ഒരുക്കങ്ങളും എല്ലാം ഉള്ളത് ആ ഒട്ടകപ്പുറത്താണ്. അയാൾ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുക. അങ്ങനെ അയാൾ സഞ്ചരിക്കപ്പെട്ടെന്ന് അയാളുടെ ഒട്ടകത്തെ കാണാണ്ടായി. അയാളുടെ എല്ലാ ഇതിലാണ് ഉള്ളത്. മരുഭൂമിയിൽ പെട്ടാൽ എങ്ങനെ ഉണ്ടാവും? നടുക്കടലിൽ പെട്ടതുപോലെ ആയിരിക്കും, ഒരറ്റവും കാണൂല. പെട്ടെന്ന് അയാൾ ഒരു അവിടെ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് അയാൾ കണ്ണൂർ നോക്കുമ്പോ പെട്ടെന്ന് ഒട്ടകം മുന്നിൽ വന്നു. അയാൾ സന്തോഷത്തിൽ പറഞ്ഞുപോയി, അല്ലാഹുവേ അന റബ്ബുക് വഅൻത അബ്ദി, ഞാൻ നിന്റെ റബ്ബും നീ എന്റെ അടി. അയാൾ സന്തോഷത്തിൽ മാറിപ്പോയതാണ്, നാവ് തെറ്റിപ്പോയതാണ്. അത്രയും സന്തോഷമുള്ള ആ മനുഷ്യൻ, അതിനേക്കാളും അള്ളാഹു സന്തോഷിക്കുന്നു എപ്പോൾ നിങ്ങളുടെ തെറ്റിൽ നിന്ന് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ. പാപങ്ങൾ പൊറുക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല. അപ്പൊ അള്ളാഹുവിന്റെ ഒരു പടപ്പും യഥാർത്ഥത്തിൽ നോക്കിയാൽ ഷർറല്ല, മനസ്സിലായല്ലോ? അത് ആത്യന്തികമായി ഷർറല്ല, മൊത്തത്തിൽ അത് ഷർറല്ല, എല്ലാ അർത്ഥത്തിലും അത് ഷർറാവുകയില്ല. അതുകൊണ്ട് ഷർറ് അള്ളാഹുവിലേക്ക് ചേർത്തി പറയുവാനും പാടില്ല. വഹുവ ശൈത്താനുൽ മുവക്കൽ ബിൽ ഇൻസാൻ, മനുഷ്യനെ വഴിതെറ്റിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ശൈത്താനാണ്. ഫഇന്നഹു മാ മിൻ അഹദിൻ മിൻ ബനി ആദം ഇല്ലാ വലഹു ഖരീനുൻ യുസയ്യിനു ലഹുൽ ഫവാഹിഷ്, മനുഷ്യരിൽ ആദമിന്റെ പുത്രരിൽ ഒരുവനുമില്ല അവന്റെ കൂടെ കരീനായിക്കൊണ്ട്, ഉറ്റകൂട്ടുകാരനായിക്കൊണ്ട്, ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ അവന്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ട് ഒരു ശൈത്താൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും, ഒരു മലക്കുണ്ടായിരിക്കും, ഒരു കരീൻ. ആ കരീൻ എന്താണ് ചെയ്യുന്നത്? യുസയ്യിനു ലഹുൽ ഫവാഹിഷ്, ആഹിഷ, വൃത്തികെട്ട കാര്യങ്ങൾ അവനെ ജീവത്താക്കി തോന്നിച്ചു കൊടുക്കും. നല്ലത് അവന്റെ വലിയ കെടുതി ഇതാണ്. കാരണം മോശമായ കാര്യങ്ങൾ, നല്ല ബസീറത്തുള്ള ഒരു മനുഷ്യനായിരിക്കും, ഇൽമുള്ള ഒരു മനുഷ്യനായിരിക്കും, പക്ഷെ ചില സന്ദർഭങ്ങളിൽ എന്തിപ്പോ ചെയ്താൽ അതിനെന്താ പ്രശ്നം എന്ന് ആ സന്ദർഭത്തിൽ നമുക്ക് തോന്നും, അല്ലെ?
അതിനിപ്പോ എന്താ എന്ന് ആ തെറ്റിനോട് അടുക്കുമ്പോ പെട്ടെന്ന് തോന്നിപ്പിക്കും. കാരണം കൂടെ തന്നെ ഉണ്ട്. നമ്മൾ വിചാരിക്കണ്ട നമ്മളൊന്നും അതിൽ പെടില്ല. പക്ഷെ ആ സന്ദർഭത്തുമ്പോ പല തെറ്റുകളും ആളുകൾക്ക് സംഭവിക്കുന്നത് എങ്ങനെയാണ്, ആ സ്ഥലത്തെത്തുമ്പോ പെട്ടെന്ന് ഇപ്പൊ എന്താ എന്നെനിക്കൊരു നിസാരത തോന്നും. അള്ളാഹിനെ ഓർമ്മ ഉണ്ടാവില്ല സമയത്ത്. അള്ളാഹിനെ ഓർത്തോ ശൈത്താൻ അവിടെ നിൽക്കാൻ കഴിയൂല, പോകും, അത് മാറിപ്പോകും. ഖന്നാസ്, എന്താ ഖന്നാസ്? പിന്മാറിക്കളയുന്നവൻ. അത് വരും ഇൻഷാ അല്ലാഹ്. ഫവാഹിഷ്, വൃത്തികേടുകൾ അവൻ ദീനത്താക്കി തോന്നിച്ചു കൊടുക്കും. അള്ളാഹു നമ്മളെ അതിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലാ യഅലൂഹു ജുഹദൻ ഫിൽ ഖബാൽ, നമ്മളെ വഴിതെറ്റിക്കാനുള്ള ഒരു ചെറിയ അവസരം പോലും അവൻ വിട്ടുകളയില്ല. ചെറിയൊരു ചാൻസ് അതുപോലും വിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം പറഞ്ഞു, നമസ്കാരത്തിൽ നമ്മളൊന്ന് നോട്ടം സുജൂദിൽ നിന്ന് അങ്ങോട്ട് തെറ്റിപ്പോലെ ശൈത്താൻ അവന്റെ നിസ്കാരത്തിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നതാണതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ചാൻസ് നോക്കിക്കാൻ ഒന്നങ്ങോട്ട് കണ്ണിട്ട് ആ സമയത്ത് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ശൈത്താൻ അവന്റെ നിസ്കാരത്തിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട്. എത്ര നല്ല ഉദാഹരണമാണ്. തട്ടിപ്പറിക്കലാന്ന് പറഞ്ഞാൽ എങ്ങനെ? നമ്മളിങ്ങനെ ഒരു സാധനം കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എടുത്ത് കൊണ്ടുപോകുന്നതല്ലേ തട്ടിപ്പറിക്കാന്ന് പറഞ്ഞാൽ. തട്ടിപ്പറിക്കൽ അതാണത് ശൈത്താൻ നമസ്കാരത്തിൽ. ആ ഒരു ചെറിയ അവസരം പോലും അവൻ വിടുകയില്ല. ഇബ്നു കസീർ പറയുകയാണ്, വൽ മഅസൂമു മൻ അസമഹുല്ലാഹ്, ആരാണ് സുരക്ഷിതൻ? പാപസുരക്ഷിതൻ ആരാണ്? അള്ളാഹു ആർക്കാണോ ഇസ്മത്ത് നൽകിയത്, അള്ളാഹു കാത്തവൻ ആരാണോ അവനല്ലാതെ എല്ലാവരും വഴിതെറ്റിപ്പോകും. ഇബ്ലീസ് തന്നെ പറഞ്ഞല്ലേ, ഞാൻ അവരെ വഴിതെറ്റിക്കും. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ഇബ്ലീസിന്റെ വെല്ലുവിളിയാണ്. ഞാൻ അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തൂടെ ഇടതുഭാഗത്തൂടെയും ചെല്ലും, അവരിൽ ബഹുഭൂരിപക്ഷത്തെയും നന്ദിയുള്ളവരായി റബ്ബേ നിനക്ക് കാണാൻ കഴിയുകയില്ല. അള്ളാഹു പറഞ്ഞു, നിന്നനുസരിച്ചവരെയും കൊണ്ട് നരകം ഞാൻ നിറക്കും എന്ന് അള്ളാഹു അവനോട് പറഞ്ഞു. നീ പോയി നിന്റെ കാലാൽപ്പടയും കുതിരപ്പടയും എല്ലാം കൊണ്ട് ആളുകളെ നീ വിളിച്ചോളൂ, അവരൊക്കെ കൊണ്ട് നീ നിന്റെ ശബ്ദം കൊണ്ട് അവരെ ആകർഷിച്ചോളൂ. അല്ലേ എന്താണ് ആയത്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത്, വശാരിക്കും ഫിൽ അംവാലി വൽ ഔലാദ്, നീ അവരുടെ മക്കളിലും അവരുടെ സമ്പത്തിലും ഒക്കെ നീ അവരോടുമായി പങ്കുചേർന്നോളൂ. നിന്റെ ഖൈലിക വറജിലിക, നിന്റെ കാലാൽപ്പടയെയും കുതിരപ്പടയെയും അവർക്ക് നേരെ നയിച്ചോളൂ. ഇതൊക്കെ അവനുണ്ട്, കൊട്ടാരമുണ്ടവന്. പിന്നെ സമുദ്രത്തിൽ വെള്ളത്തിൽ അവന്റെ പടയാളികളെ പറഞ്ഞേക്കും ആളുകളെ വഴിതെറ്റിക്കാൻ. വലിയൊരു ശൃംഖലയായി നമ്മുടെ കൂടെ തന്നെ ശൈത്താനുണ്ട്. അള്ളാഹു കാത്തവനാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള സഹീഹിലുണ്ട്. ഇബ്നു കസീർ പറയാം, സഹീഹ് മുസ്ലിമിൽ 2814 നമ്പർ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ ഉക്കില ബിഹി ഖരീനു, നിങ്ങളിൽ ഒരാളുമില്ല ഒരു ഖരീനിനെ ഏൽപ്പിക്കപ്പെട്ടവനായിട്ടല്ലാതെ. ഖാലു, സഹാബത്ത് ചോദിച്ചു, വഅൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ താങ്കളോ, താങ്കൾക്കുമുണ്ടോ ഇങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇല്ലാന്നാ? അല്ല. ഖാല നഅം, ഉണ്ട്. ഇല്ല അന്നല്ലാഹ അആനനി അലൈഹി, പക്ഷേ എനിക്കൊരു വ്യത്യാസമുണ്ട്. എന്റെ കൂടെയുള്ള ശൈത്താന്റെ കാര്യത്തിൽ അള്ളാഹു എന്നെ സഹായിച്ചിരിക്കുന്നു. അസ്ലം, അവൻ കീഴ്പ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. വലായഅമുറുനി ഇല്ലാ ബിഖൈർ, അവൻ എന്നോട് ഖൈറല്ലാതെ കൽപ്പിച്ചിരിക്കില്ല. അവൻ മുസ്ലിമായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ഖരീനിനെ അള്ളാഹു അങ്ങനെ ആക്കിയിരിക്കുന്നു. കാരണം പ്രവാചകന്മാർ മഅസൂമുകളാണ്, തെറ്റുകൾ പറ്റാത്തവരാണ്. വസബത ഫി സ്വഹീഹ്, ഇബ്നു കസീർ പറയുന്നു, സഹീഹിൽ തന്നെ ഉണ്ട്. അതായത് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും സഹീഹിലുണ്ട്. ബുഖാരിയിൽ 2035 നമ്പറായി, മുസ്ലിമിൽ 2775 നമ്പറായും ഈ ഹദീസ് കാണാം. ബുഖാരിയിൽ 1-2 തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ് സംഭവം? നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട സംഭവമായിരിക്കും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന, ഫീ ഖിസ്സത്തി സിയാറത്തി സഫിയ്യ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുഅ്തകിഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇഅ്തികാഫിരിക്കെ സഫിയ്യ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിനെ സന്ദർശിച്ച ആ സംഭവം. വഖുറൂജുഹു മഅഹാ, വഖുറൂജിഹി മഅഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഫിയയും കൂടി പുറത്തിറങ്ങും. എന്തിനാണ് സഫിയയുടെ കൂടെ നബി പുറത്തിറങ്ങിയത്? ലൈലൻ, രാത്രിയാണ്. ലിയറുദ്ദഹാ ഇലാ മൻസിലിഹാ, വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കാൻ. ഫലഖിയഹു റജുലാനി മിനൽ അൻസാർ, ആ ഇരുട്ടിൽ 2 അൻസാരികളായ ആളുകൾ അവിടെ വന്നു. അവർ അതിൽ പോവുകയായിരുന്നു.
ഫലമ്മാ റഅയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റഅ, നബിയെ കണ്ടപ്പോ നബിയുടെ കൂടെ ഭാര്യയും അവർ വേഗം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്ത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റിസ്ലികുമാ, അവിടേക്ക് അങ്ങനെ പോലെ, ഇന്നഹാ സഫിയ ബിൻത് ഹൈ, ഇത് സഫിയാണ്, എന്റെ ഭാര്യയായ സഫിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു പറഞ്ഞു. തെറ്റിദ്ധാരണകൾ നമ്മളെ കൊണ്ട് മനഃപൂർവ്വം ഉണ്ടാവരുത്, നമ്മളത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം, തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ. എന്താണ് വിചാരിച്ചോട്ടെ എന്ന് എല്ലാ സന്ദർഭത്തിലും നമ്മൾ വിചാരിക്കരുത്. എന്ത് നമ്മൾ നല്ലത് ചെയ്താലും എത്ര പറഞ്ഞെടുത്താലും പിന്നെ അങ്ങനെ ഷെർ നടക്കുന്ന ആളുകളുണ്ടാവും, അവരങ്ങനെ വിട്ടേക്കാം. അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസകും ലാ യദുർറുക്കും മൻ ضل ഇദാ ഹദൈതും, സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ കാര്യം സൂക്ഷിക്കുക, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അങ്ങനെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. മൻ ضل ഇദാ ഹദൈതും, നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ ബലാലത്തിന്റെ ആളുകൾക്ക് ഒരു ഉപദ്രവവും നിങ്ങളെ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ എന്ത് വേണം? അലൈക്കും അൻഫുസകും, നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ തെറ്റിലേക്ക് പോകരുത്, അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇത് സഫിയാണെന്ന് പറഞ്ഞു കൊടുത്തു. ഫഖാല, ഈ സഹാബിമാർ രണ്ടുപേര് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നമ്മളങ്ങനെ ഒരു മോശമായി ഒന്നും വിചാരിച്ചിട്ടില്ല, മോശമായി ഒന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇന്ന ശൈത്താന യജ്രി മിൻ ഇബ്നി ആദം മജ്റ ദം, പിശാച് മനുഷ്യന്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്നു. എവിടെയെല്ലാം? മജ്റദ്ദം, രക്തമോടുന്ന എല്ലാ സ്ഥലത്തും, രക്തമോടുന്ന സ്ഥലത്തൊക്കെ ശൈത്താൻ മനുഷ്യന്റെ ശരീരത്തിൽ സഞ്ചരിക്കുന്നു. അങ്ങനെ കഴിവുള്ളവനാണ്. വൈന്നെ ഖശീതു, ഞാൻ ഭയന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ഭയപ്പെട്ടു. അയ്യഖദിഫ ഫീ ഖുലൂബികുമാ ശൈആ, ശൈത്താൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കൽബിൽ എന്തെങ്കിലും ഇട്ടു തന്നേക്കുമോ. മറ്റു റിപ്പോർട്ടിലുള്ളത് ഔ ഖാല ശർറ, എന്തെങ്കിലും ഒരു ഷർറ് നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ചേക്കുമോ എന്ന് ഞാൻ പേടിച്ചു, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്, സഫിയാണ് എന്ന് പറഞ്ഞു തന്നത്. സുബ്ഹാനല്ലാഹ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. وروى أحمد عن آثم سمعت أبا تميمة يحدث عن رديف رسول الله صلى الله عليه وسلم. മറ്റൊരു ഹദീസ് ഉദ്ധരിക്കാൻ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള ഒരു യാത്രക്കാരൻ ഒരിക്കൽ പറഞ്ഞു, എപ്പോഴാണ്? അദ്ദേഹം പറഞ്ഞു, ഉസിറ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിമാറു, റസൂലുള്ളാഹിന്റെ അദ്ദേഹം കൂടെ സഞ്ചരിച്ചിരുന്നു. ഹിമാർ, കഴുത എന്തായി? പെട്ടെന്ന് വഴിക്ക് വെച്ച് നിന്ന് യാത്ര നിർത്തി, മുട്ടൂത്തി കൊണ്ടുപോയി. അപ്പൊ ഫഖുൽതു, ഞാൻ പറഞ്ഞു, തഈസ ശൈത്താൻ, ശൈത്താൻ നശിക്കട്ടെ, അവൻ തൊലയട്ടെ എന്ന് പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഖുൽ, നീ അങ്ങനെ പറയണ്ട, ലാ തഖുൽ തഈസ ശൈത്താൻ ഫഇന്നക ഇദാ ഖുൽത തഈസ ശൈത്താൻ തആവഖ, നീ അങ്ങനെ പറഞ്ഞാൽ എന്താകും? തഈസ ശൈത്താൻ നീ പറഞ്ഞാൽ അവൻ വലുതാകും, ഒരു വീട് പോലെ വലുതാകും. എന്നിട്ട് അവൻ പറയും, ഖാല ബിഖുവതി ഫറഅതുഹു, കണ്ടോ, എന്റെ ശക്തി കൊണ്ടാണ് ഞാൻ അതിനെ വീഴ്ത്തിയിട്ടുള്ളത്. വഇദാ ഖുൽത ബിസ്മില്ലാഹ്, എന്നാൽ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാൽ തസാഗറ ഹത്താ യസീറ മിസ്ല ദുബാബ്, ഒരു ദുബാബിനെ പോലെയായി ശൈത്താൻ. ദുബാബ് എന്താ? കൊതുക്. ഈച്ചേതാ? ഈ ദുബാബ് ഈച്ച, താവുക കൊതുക്, ദുബാബ് ഈച്ച. ഒരു ഈച്ചയെ പോലെ അവൻ ചെറുതാകും. വഫീഹി ദലാലത്തുൻ, ഇബ്നു കസീർ ഈ വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കണം. വഫീഹി ദലാലത്തുൻ, ഇതിൽ തെളിവുണ്ട്. അലാ അന്നൽ ഖൽബ മതാ ദക്കറല്ലാഹ് തസാഗറ ശൈത്താൻ വഗുലിബ്, എപ്പോഴൊക്കെ കൽബിൽ അല്ലാഹുവിനെ ഓർത്തോ അപ്പോഴൊക്കെ ശൈത്താൻ ഉണ്ടാകും, വളരെ നിസ്സാരനാകും, അവൻ പരാജിതനാകും. മനസ്സിൽ അല്ലാഹുവിനെ ഓർത്താൽ നാവ് കൊണ്ട് പറയും വേണം. നാവ് കൊണ്ട് പറയൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. ഏത് സഹാബിയാണ് ഇത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഇന്ന ശറാഇഅൽ ഇസ്ലാം ഖദ് കസുറത് അലൈ ഫഅംബിനി ബിശൈഇൻ അതശബ്ബസു ബിഹി. അല്ലാഹുവിന്റെ റസൂലേ, ഇസ്ലാമിന്റെ ശരീഅത്ത് എനിക്ക് പ്രയാസമായി തോന്നുന്നു, വലുതായി തോന്നുന്നു, കുറേ ഉള്ളതായി തോന്നുന്നു. എന്തൊക്കെ നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്? അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ പാടില്ല, അത് പാടില്ല, ഇത് കേൾക്കാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല, ഇങ്ങനെയുള്ള പല നിയമങ്ങൾ എനിക്ക് റസൂൽ അത് കുറേ ഉള്ളതായി തോന്നുന്നു, ധാരാളമായി തോന്നുന്നു, ബുദ്ധിമുട്ടായി തോന്നുന്നു. അതുകൊണ്ട് ഫഅംബിനി, എനിക്ക് പഠിപ്പിച്ചു തരൂ, ബിശൈഇൻ, ഒരു കാര്യം, അതശബ്ബസു ബിഹി, ഞാൻ അതുകൊണ്ട് ഇതെല്ലാം കവർ ചെയ്യട്ടെ, ഇതിനെല്ലാം എനിക്ക് എളുപ്പമാക്കാൻ, ഇതെല്ലാം എളുപ്പമാക്കാൻ എന്നെ സഹായിക്കുന്ന ഒരു ഒറ്റമൂലി എനിക്ക് പഠിപ്പിച്ചു തരൂ എന്നാണ് സഹാബി എന്ന് ചോദിച്ചത്. ഒരു സിഗാർ സഹാബിയാണെന്നാണ് പറയുന്നത്. സഹാബിമാരിൽ പിന്നെ മഹത്വം
കൂടിയവർ പറഞ്ഞവരുണ്ടല്ലോ, അതിൽ കുറച്ച് താഴെ നിൽക്കുന്ന സഹാബിയാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. എന്താ മറുപടി? ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, നിന്റെ നാവ് പച്ച പിടിച്ചതായിരിക്കട്ടെ അള്ളാഹുവിനോടുള്ള ദിക്ർ കൊണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ നന്നായി വർദ്ധിപ്പിക്കുക, മനസ്സിൽ ഓർത്തുകൊണ്ട്. മാ വാതഅൽ ഖൽബുൽ ലിസാൻ, ഖൽബ് ലിസാന്റെ പിന്നാലെ ഉണ്ടാവണം. ഇങ്ങനെ നമ്മളിങ്ങനെ ശുചിത്ത പോലെ പറയുന്നത് പോലെ ഓർക്കാതെ അങ്ങനെ പറയാൻ പാടില്ല. അത് ആ ദിക്ർ കൊണ്ടുള്ള ശ്രേഷ്ഠതയും ഉപകാരങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരുപാട് ഉപകാരങ്ങളുണ്ട് ദിക്ർ കൊണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല അവിടുന്ന് അൽവാബിലുസ് ത്വയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ അൽ കലിമുസ് ത്വയ്യിബ് എന്നതിന്റെ വിശദീകരണമാണ് അൽവാബിലുസ് ത്വയ്യിബ്. എത്രയോ നൂറുകണക്കിന് ഉപകാരങ്ങൾ ദിക്ർ കൊണ്ടുണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒരു കാര്യം. മഹത്തായ ഒരു കാര്യം എന്താ? ഇസ്ലാമിക നിയമങ്ങൾ ഒന്നാകെ നമുക്ക് എളുപ്പമാകും. ശൈത്താനിൽ നിന്ന് ഒരു കോട്ടയിൽ നമ്മൾ കയറി വാതിലടച്ചതുപോലെ രക്ഷപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻ പ്രവാചകന്മാരായ യഹ്യാ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അവർ പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിച്ചിട്ടുണ്ട്. പള്ളിയിൽ കയറി ജനങ്ങൾ ഒന്നാകെ വിളിച്ച്, ബനീ ഇസ്രായേൽ ഒന്നാകെ വിളിച്ച് പറഞ്ഞതാണ് നമസ്കാരം, തൗഹീദ്, നമസ്കാരം, സക്കാത്ത്. അത് ആ കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ് എന്ത്? വഅമുറുകും അൻ തദ്കുറുല്ലാഹ്, ഞാനിതാ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം, ദിക്ർ നിങ്ങൾ സ്ഥിരമാക്കണം. ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ അവസ്ഥ ഏതുപോലെയാണ്? ഒരു മനുഷ്യന്റെ പിന്നാലെ കുതിരപ്പുറത്തൊരു ശത്രു വന്നു അവനെ ഉപദ്രവിക്കാൻ, അവനിപ്പോ പിടിക്കപ്പെടുമെന്നായി കൊല്ലാൻ വേണ്ടി വരുന്നതാണ്. ആ സമയത്ത് അത് അവനൊരു കോട്ട കാണുകയാണ്, ഭദ്രമായ ഒരു കോട്ട. അതിന്റെ അകത്ത് കയറി അവൻ വാതിലടിച്ചു. ഒരിക്കലും ഈ ശത്രുവിനെ അങ്ങോട്ട് കയറാൻ കഴിയില്ല. അതുപോലെയാണ് അള്ളാഹുവിന്റെ ദിക്റിലെത്തിയാൽ ശൈത്താൻ നമ്മൾ രക്ഷപ്പെടും. നോക്കി വീട്ടിൽ കയറുമ്പോ ഇല്ലേ ബിസ്മില്ല, ആ പേര് കേട്ടാൽ ബിസ്മില്ല എന്ന് പറയുന്നത് കേട്ടാ ഉടനെ ബീച്ചിളക്കും. ഇവിടെ താമസിക്കും, പ്രശ്നമില്ല. ബിസ്മില്ല പറഞ്ഞാൽ ലാശ ഇല്ല, പ്രശ്നമില്ല. പുറത്തിറങ്ങുമ്പോ ബിസ്മില്ല, തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? തനഹാലഹു ശയാതീൻ, പിശാചുക്കൾ അവന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കും. എന്നിട്ട് പറയും കൈഫ ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ, എങ്ങനെ നിങ്ങൾക്കൊരു മനുഷ്യനെ ഉപദ്രവിക്കാൻ സാധിക്കും? വൗഖിയ, അയാൾ എന്തായിരിക്കും? ഖദ് ഹുദി, അയാൾക്ക് നേരായ മാർഗം തുറക്കപ്പെട്ടിരിക്കുന്നു. വകുഫി, അവൻ അള്ളാഹുവിന്റെ മതിയായിരിക്കുന്നു. എല്ലാ രക്ഷ വൗഖിയ, അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഹുദിയ വകുഫിയ വൗഖിയ, ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. ഇങ്ങനെ അള്ളാഹുവിന്റെ പേരുണ്ടോ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാ, അള്ളാഹുവിന്റെ പേരിനോട് കൂടെ ഒന്നും ഉപദ്രവിക്കൽ ആകാശങ്ങളിലോ ഭൂമിയിലോ ഒന്നും. കാരണം അല്ലാഹു അൽ ഖവി അൽ അസീസ്, എന്തിനും കഴിവുള്ള ശക്തനായ അസീസായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അവന്റെ പേര് പറഞ്ഞോ പിശാച് ചെറുതാകും, അവൻ രക്ഷപ്പെടും. നഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ആദന അല്ലാഹു മിനശ് ശൈത്വാനിർ റജീം. വഇൻ ലം യദ്കുരില്ലാഹ് തആലം വഗലബ്, നേരെ തിരിച്ച് അല്ലാഹുവിനെ മറന്നുപോയോ, അല്ലാഹുവിനെ ഓർത്തില്ലേ, പിശാചത വലുതാവുകയാണ്. വഗലബ്, അവൻ വിജയിയാവും, നമ്മൾ പരാജയപ്പെടും. മനസ്സിലല്ലോ, പിശാച് നമ്മളിൽ വിജയിക്കും. ഇസ്തഹ്വദ അലൈഹിമു ശൈത്വാൻ ഫഅൻസാഹും ദിക്റല്ലാഹ്, അല്ലാഹു പറഞ്ഞില്ലേ സൂറത്ത് മുജാദലയിൽ, പിശാച് അവരിൽ ആധിപത്യം നേടിയിരിക്കുന്നു. ഇസ്തഹ്വദ അലൈഹിമു ശൈത്വാൻ ഫഅൻസാഹും ദിക്റല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ അവൻ മറപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ മറന്നവരെ അല്ലാഹു മറക്കും പരലോകത്ത്. അല്ല, അന്ധനായി ഒരുവൻ ഒരുമിച്ച് കൂട്ടപ്പെടും. അവൻ പറയും ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറ, അല്ലാഹുവേ ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ, എന്തിനാണ് നീ എന്നെ അന്ധനാക്കിയത്? ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനോട് പറയും കദാലിക അതസ്ക ആയാതി ഫനസീതഹാ വകദാലിക അൽയൗമ തുൻസാ, എന്റെ ആയത്തുകൾ നിനക്ക് വന്നു കിട്ടിയപ്പോൾ നീ അത് മറന്നു കളഞ്ഞു, ഇന്നിതാ നിന്നെയും മറന്നു കളയുക, അവഗണിക്കപ്പെടുക. അള്ളാഹു പരിഗണിക്കുകയില്ല. എന്താണ് കാരണം? അവർ അള്ളാഹുവിനെ മറന്നു കളഞ്ഞു. ഇബ്നു കസീർ പറയുകയാണ്, ഇതാണ് ശൈത്താൻ ചെയ്യുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അൽ വസ്വാസ് അൽ ഖന്നാസ് എന്ന ആയത്തിന്റെ തഫ്സീറിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അശ്ശൈത്താനു ജാസിമുൻ അലാ ഖൽബി ഇബ്നി ആദം, പിശാച് മനുഷ്യന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളവനാണ്. ഫഇദാ സഹാ വഗഫൽ വസ്വസ്, മനുഷ്യൻ സഹ എന്ന് പറഞ്ഞാൽ സഹവ്
സഹുവിന്റെ സുജൂദ് കേട്ടില്ല, മറന്നുപോവുക. ദിക്ർ മറന്നുപോകലാണ്. ഗഫ്ലത്തിന്റെ നേരെ വിപരീതമാണ് ദിക്ർ. ഗഫ്ലത്തിന്റെ അശ്രദ്ധ, അതിന് വിപരീതമാണ് ദിക്ർ. എന്ത് മറന്നുപോയാലും അള്ളാന്റെ ദിക്ർ മറന്നുപോയാലും, ഫൈദാ സഹ ദുനിയാവിൽ എന്ത് മറന്നാലും ദിക്ർ മറന്നുപോയാലും, ഫൈദാ സഹ മറന്നുപോയാലും ഗഫൽ അശ്രദ്ധനായി പോയാൽ വസ്വസ്, അപ്പൊ വസ്വാസ് ഉണ്ടാക്കും. ഫൈദാ ദക്കറല്ലാഹ് ഖനത്, അള്ളാഹുവിനോർത്തോ അവനെന്ത് ചെയ്യും? പിന്മാറിക്കളയും. ഖന്നാസ്, പിന്മാറിക്കളയുന്നവനാണ് അവൻ. വകദാ ഖാല മുജാഹിദ് വഖത്താദ, ഇതാണ് ഖത്താദയും പറഞ്ഞിട്ടുള്ളത്, മുജാഹിദും പറഞ്ഞിട്ടുള്ളത്. ഇത് മറപ്പിക്കലാണ് ശൈത്താന്റെ പണി. ഏതുപോലെ ഒരു മനുഷ്യൻ അയാളുടെ മൃഗത്തിന്റെ പുറത്ത് കയറി അയാൾ അതിനിങ്ങനെ മെരിക്കാൻ നോക്കൂലേ, കുതിരപ്പുറത്ത് ഇങ്ങനെ മെരിക്കാൻ നോക്കുക, ഒന്നിക്ക് കടിഞ്ഞാടിടും അല്ലെങ്കിൽ മൂക്ക് കയറിടും. ഇതൊക്കെ തഫ്സീറുകളിൽ വന്നിട്ടുള്ളതാണ്. മൂക്ക് കയറിടും അല്ലെങ്കിൽ കടിഞ്ഞാണിടും. ഇതുപോലെ ശൈത്താൻ എന്ത് ചെയ്യും? പിടിച്ചിങ്ങനെ കളിക്കും. അവസാനം ഒന്നിക്ക് മൂക്ക് കയറിട്ട് വെക്കും അല്ലെങ്കിൽ കടിഞ്ഞാണിട്ട് വെക്കും. കടിഞ്ഞാണിട്ട് വെച്ച് നമ്മൾ വായൊന്നും അടച്ചിട്ടുണ്ടാവില്ല, പക്ഷേ നമുക്ക് അള്ളാഹുവിന്റെ നമ്മൾ മിണ്ടാതിരിക്കായിരിക്കും, പക്ഷെ അള്ളാഹിനെ ഓർക്കുന്നുണ്ടാവില്ല. എന്നാലോ മൂക്ക് കയറിട്ടാലോ വായ തുറന്നു വെച്ചു പലതും പറയുന്നുണ്ടാവും, പക്ഷെ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടാവില്ല. ശൈത്താന്റെ തന്ത്രമാണ്, മനസ്സിലല്ലോ. മിണ്ടാതിരുന്നാലും ചിലപ്പോ അള്ളാഹിനെ ആയിരിക്കില്ല ഓർക്കുന്നത്, വേറെ പലതായിരിക്കും. ഇനി സംസാരിച്ചാലും ചിലപ്പോ അള്ളാഹുവിനെ ആയിരിക്കില്ല, വേറെ പലതായിരിക്കും. ശൈത്താന്റെ തന്ത്രമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, മിശറിൽ വസ്വാസ് അൽ ഖന്നാസ്, മിശറിൽ വസ്വാസ് അൽ ഖന്നാസ്, വസ്വാസിൽ നിന്ന് രക്ഷ തേടുന്നു. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ഹുവ ശൈത്താൻ. വസ്വാസ് എന്നത് തന്നെ ആരെയാണ് പറഞ്ഞിട്ടുള്ളത്? ശൈത്താനെ തന്നെ. വസ്വാസ് എന്നത് അവന്റെ ഒരു പേരായി പറഞ്ഞിരിക്കുന്നു. അതാണല്ലോ കൂടുതൽ അർത്ഥയോജിക്കങ്ങൾ. ആലോചിച്ച് നോക്കി, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഖന്നാസ് പറഞ്ഞാൽ ഏതായാലും പിശാച. പിശാചിന്റെ വസ്വാസിന്റെ ഷർറിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന് പറയുന്നതിനേക്കാളും നല്ല അർത്ഥം ഏതാ? ഖന്നാസായവൻ, വസ്വാസായവൻ, അവന്റെ ഷർറിൽ നിന്ന്. മുജാഹിദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഉദ്ധരിക്കുകയാണ് ഇബ്നു കസീർ. ഹുവ ശൈത്താൻ, അവൻ അത് ശൈത്താനാണ്. യഅ്മുർ, അവൻ കൽപ്പിക്കും, വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുതരും, അത് ചെയ് ഇത് ചെയ് എന്ന് പറഞ്ഞുതരും. ഫൈദ ഉസിയ, അവൻ അനുസരിച്ചാൽ പോകും, അനുസരിച്ചാൽ പോകും. നേരത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞെന്താ? ശൈത്താൻ ഇങ്ങനെ വരും, കൽബിലാണ് സ്ഥാനം. അള്ളാഹുവിനെ ഓർത്താൽ പിന്മാറിക്കളയും, അള്ളാഹിനെ ഓർത്തില്ലെങ്കിൽ വിശ്വാസം ഉണ്ടാക്കും. ഇവിടെ എന്ത് പറഞ്ഞു? ഇവിടെ എന്താ പറഞ്ഞത്? വന്നിട്ട് കൽപ്പിക്കും, എന്നിട്ട് അവൻ അനുസരിച്ചാൽ പിന്മാറിക്കളയും. അപ്പൊ രണ്ട് സന്ദർഭങ്ങളിൽ ഈ പിന്മാറ്റം വന്നല്ലോ, അല്ലേ? ഇബ്നു ജരീർ റഹിമഹുല്ലാഹു തആല അത് രണ്ടും യോജിപ്പിച്ച് പറയാം. ഇബ്നു ജരീർ ത്വബരി റഹിമഹുല്ലാ, അതിവിടെ ഈ പുസ്തകത്തിന്റെ അടിക്കുറിപ്പായി ഇത് ക്രോഡീകരിച്ച ആൾ എടുത്തു കൊടുക്കുകയാണ്. ഇബ്നു ജരീർ റഹിമഹുല്ലാഹു തആല പറയുന്നു, വസ്സവാബ്, യഥാർത്ഥത്തിൽ മിനൽ ഖൗൽ ഫീ ദാലിക ഇൻദി, ഞാൻ മനസ്സിലാക്കുന്നത് ഈ അഭിപ്രായങ്ങളിൽ, ഈ രണ്ട് ഖൗലിൽ ശരിയായിട്ടുള്ളത്, ഇന്നല്ലാഹ അമറ നബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. സമയം എന്താണ് കൽപ്പിച്ചത്? യസ്തഈദ ബിഹി മിൻ ശർരി ശൈത്താനി. ഇത് മാത്രം വെച്ച് അവസാനിപ്പിക്കാം. ശൈത്താന്റെ ഷർറിൽ നിന്ന് രക്ഷ തേടുവാൻ. ശൈത്താൻ എന്താണ് ചെയ്യുന്നത്? യുവസ്വിസു മറ വയഖ്നസു ഉഖറ. ചിലപ്പോൾ വിശ്വാസം ഉണ്ടാക്കും, ചിലപ്പോൾ പിന്മാറിക്കളയും. പിന്മാറും, വിശ്വാസം ഉണ്ടാക്കും, വിശ്വാസം ഉണ്ടാക്കും, പിന്മാറും. അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. വലം യഖുസ് വസ്വസതഹു അലാ നൗഇ മിൻ അൻവാഇഹ. അല്ലാഹു അവന്റെ വസ്വാസ് എപ്പോഴാണ് എന്ന് അല്ലാഹു ഒരു സ്പെഷ്യൽ കേസിലായി പറഞ്ഞിട്ടില്ല. വലാ ഖുനൂസഹു അലാ വജ്ഹിൻ ദൂന വജ്ഹ്. അവന്റെ പിന്മാറ്റവും അവന്റെ വസ്വാസും അല്ലാഹു ഇന്നൊരു നിലക്കേ വരൂ എന്ന് പറഞ്ഞിട്ടില്ല. അവന്റെ തോന്നിയത് പോലെ ഉണ്ടായി, മനസ്സിലല്ലേ? ചിലപ്പോ ഇപ്പൊ പിന്മാറുന്നു തോന്നി അപ്പൊ പിന്മാറും, ചിലപ്പോ അവനനുസരിച്ചു തന്നെ പിന്മാറും, ചിലപ്പോ ഇല്ല നടക്കൂല എന്നുണ്ട് അങ്ങനെയും പിന്മാറും, മനസ്സിലായല്ലോ? അതാണ് മാസിയത്തില്ല എന്ന് ശരി പറയുന്നത്. അവൻ ചിലപ്പോ എന്ത് ചെയ്യും? അള്ളാഹുവിനെ ധിക്കരിക്കാൻ അവൻ നമ്മെ ക്ഷണിക്കും. അവൻ അനുസരിച്ചാൽ, ധിക്കാരം ചെയ്താൽ നടന്നല്ലോ, പണി ശരിയായി, വർക്ക് നടന്നു എന്നുള്ളവർക്ക് പിന്മാറിക്കും. വഖദ് യുവസ്സിസു ബിന്നഹി, ചിലപ്പോ എന്ത് ചെയ്യും? അവൻ ബിന്നഹി അൻ താഅത്തില്ല,
അള്ളാഹുവിനെ നമ്മൾ അനുസരിക്കാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോവാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം. ഇപ്പൊ ചെയ്യണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് വസ്വാസ് ഉണ്ടാക്കും. فإذا ذكر العبد أمر ربه فأطاعه فيه وعصى الشيطان خانه. ചിലപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ നല്ലൊരു കാര്യം ചെയ്യണ്ടാന്ന് വന്ന് ശൈത്താൻ പറഞ്ഞാലും നമ്മൾ അള്ളാഹിനെ ഓർത്ത് അള്ളാഹിനെ കൽപ്പന ഓർത്ത് അള്ളാഹ് നമ്മൾ അനുസരിക്കുകയും ശൈത്താനെ ധിക്കരിക്കുകയും ചെയ്താൽ അന്നൊരു കൽപ്പന പിന്മാറിക്കളയും. അതാണ് ഫഹുവ ഫീ കുല്ലി ഹാലതൈഹി വസ്വാസുൻ ഖന്നാസുൻ. എല്ലാ നിലക്കും അവൻ വസ്വാസുമാണ്, ഖന്നാസും വസ്വാസ് ഉണ്ടാക്കുന്നവനാണ്, പിന്മാറിക്കളയുന്നവനാണ്. വഹാദിഹി സിഫത്തു സിഫത്തുഹു. ഇതാണ് അവന്റെ വിശേഷണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഷർറിൽ നിന്ന് നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് അവസാന സമയത്ത് അവന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കുവാനുള്ള മഹത്തായ തൗഫീഖ് ചെയ്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.